വേണ്ട, അമ്മാവനെയും എന്റെ അമ്മേനെയും കുറ്റം പറഞ്ഞ് ഈ പടിയിറങ്ങിപ്പോയ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ എന്റെ അച്ചു. ഞാനിപ്പോ വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാ. എനിക്ക് നിന്റെ അമ്മയെ കാണണം, മഷി നോക്കാനാ. ഞങ്ങൾക്ക് ഇവിടെ പങ്കജാശേട്ടൻ മഷി നോക്കി കിട്ടിയ പണം കൊണ്ട് കഴിയേണ്ട ഗതികേടൊന്നുമില്ല. അച്ചുതാ, അവനിങ്ങോട്ട് കയറ്റി വിട്. കേട്ടോ, നിനക്ക് വിവരമില്ലെങ്കിലും നിന്റെ തള്ളക്ക് വിവരമുണ്ട്. കൈയെടുക്കടാ. നാരായണിയടത്തി കഴിഞ്ഞതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. മറന്നിട്ടൊന്നുമില്ല. എന്താ വന്ന കാര്യം? മഷി നോക്കാം, അല്ലാണ്ടെന്താ. എന്റെ ജോലി അതാണല്ലോ. താൻ കേറിയിരിക്കേ. ചെരുപ്പ് നൂരിട്ടെ. അമ്മേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഒറ്റയ്ക്ക് പോണ്ട, അച്ഛനെ കൂട്ടുവിളിച്ചോളൂ. ലംബോദര എന്നെ വിളിച്ചു. അംബികയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരും. അച്ഛൻ അമ്മയുടെ പുറകെ കൊട പിടിച്ച് നടന്നാ മതി. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. മിടുക്കി. ടെമ്പോരേട്ടന് സുഖം തന്നെയാണോ? അല്ല, ആരിത് എപ്പോ ലംബോദര, ലോഹ്യം പറച്ചിലൊക്കെ പിന്നെ ആദ്യം അടുക്കളയ്ക്ക് ചെല്ലേ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇതിന് മോചനമില്ലയോ? മോചനൊക്കെ ഇരിക്കട്ടെ, തനിക്ക് എന്തിനെ പറ്റി അറിയേണ്ടത്? കണാരേട്ടൻ മഷി നോക്കിയപ്പോ തറവാട്ടിലെ ഉരുളി കെട്ടത് ഞാനാണെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തിട്ടില്ല. ഏടത്തി നോക്കിയ സത്യം എന്താണെന്ന് അറിയാലോ. കണാരേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ചില സമയത്ത് മാറ്റം ഉണ്ടാവില്ല. ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഏതായാലും പങ്കജാക്ഷന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് നോക്കാം. തെക്കേകര തറവാടിന് താങ്ങും തണലുമായ ദേവി സത്യം സത്യമായി കാണിച്ചു തരണേ. തറവാട്ടിലെ ഉരുളി മോഷ്ടിച്ചതാരാ? എന്നെ കള്ളനാക്കിയ പെരുങ്കള്ളൻ ആരാണെന്ന് പറയും. എന്നിട്ട് വേണം അവന്റെ കുടലോട് എനിക്ക് മാലയിടാൻ. വെറുതെ അല്ല കണാരേറ്റവനെ കള്ളനാക്കിയത്. എനിക്കും വേറെ വഴിയില്ലല്ലോ. കണാരേറ്റൻ പറഞ്ഞത് തന്നെ സത്യം. ഉരുളി കട്ടത് പങ്കജാക്ഷൻ തന്നെ. ഞാൻ പോലും അറിയാതെ ഞാൻ എങ്ങനെ ഉരുളി കെട്ടു? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി മനഃപൂർവ്വം എന്നെ കുരുക്കിലാക്കുകയാണല്ലേ? ഇതിൽ കാണുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വലിയ വർത്താനൊന്നും പറയാതെ പോണ്ട അവിടുന്ന്. ഞാൻ പോവുകയാണ്. നിരപരാധിയായ ഒരുത്തനെയാണ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി കള്ളനാക്കിയത്. ദൈവം നിങ്ങളെ വെറുതെ വിട്ടാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ശരിക്കുന്നുള്ളിക്കോ? എവിടെയാണ് പടുപാവൻ നീ ആ ഉരുളി കൊണ്ടുവച്ചത്? ദൂരെയൊന്നുമല്ല, ഇവിടത്തെ കളപ്പുരയ്ക്കകത്താ. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു സന്തതി വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ. ഏതായാലും ഇവൻ എന്റെ മകനാകാൻ വഴിയില്ല. കൂട്ടിലിട്ട വെരുകിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നിട്ട് വല്ല കാര്യമുണ്ട് എന്റെ കണാരേട്ട? ഒരു കള്ളന്റെ തന്ത എന്റെ ആങ്ങള, വേറൊരു കള്ളന്റെ തള്ള ഈ ഞാനും. തലവിധി. തലവിധിയല്ല, ഇത് തലതെറിച്ചോടെ പോക്കരുത്തരാ. കുലദൈവത്തെ പോലെ നമ്മൾ ആരാധിക്കുന്ന മഷിയിൽ നോക്കി കള്ളം പറയേണ്ടി വന്നില്ല പെങ്ങളെ. അപ്രിയമായ സത്യം പറയരുതെന്ന് ഭഗവത്ഗീത വരെ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞോണ്ട് എന്നാ പോലീസ് കേൾക്കോ? സംശയത്തിന്റെ പേരിലാ പങ്കയാറ്റ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയത്. അയാൾ സത്യം കുത്തിപ്പൊക്കിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ സത്യം കുത്തി പൊക്കുന്നതിന് മുമ്പ് നമ്മൾ അവനെ കുത്തി മലർത്തണം. തൊണ്ടി സഹിതം പോലീസിന്റെ പിടിയിലായാൽ പങ്കജാക്ഷന് കുറ്റം സമ്മതിച്ചല്ലേ പറ്റൂ. ഇന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ ആ ഉരുളി പങ്കജാക്ഷന്റെ വീട്ടിൽ കൊണ്ടിടുന്നു. എന്താ? ബുദ്ധിയുടെ കാര്യത്തിൽ നീ എന്റെ ചേച്ചി തന്നെ ആരായ? വീടെത്തി. വാ വാ. വാ വാ, വേഗം വാ. ഉരുളി പങ്കിരേട്ടാ, ഒന്നിന് വന്നേ. ഉരുളി ഒന്നിന് വേഗം വന്നേ. ഇതാ ഉരുളി. ഉരുളിയോ? അതേന്നേ, തറവാട്ടിലെ ഉരുളി. അതെ, തറവാട്ടിലെ ഉരുളി. ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി? ഉരുളാതെ കാര്യം പറ മനുഷ്യനെ. ഇതെങ്ങനെ ഇവിടെ എത്തി? അതാ ഞാനും ആലോചിക്കുന്നത്, ഇതെങ്ങനെ ഇവിടെ എത്തി ഉരുളി?
നടന്നു വന്നതാവും സത്യം പറ മനുഷ്യനെ. അതാ പോലീസ് കൃത്യസമയത്തിന് എത്തി. ഇതാണ് പോലീസ്. ദേ കാണാതെ പോയ ഉരുളി എടുത്തോട്ടെ സാർ, എടുത്തോ സാർ. നിങ്ങളാണോ മകരാശൻ? അതെ. ഇയാളെ സ്ഥലത്ത് മോഷിച്ചത് വെറുതെ വിടരുത്. ഞാനോ? അഭ്യാസമൊന്നും വേണ്ട. അയ്യോ ഉരുളി മോഷണത്തിന് തന്നെ തൊണ്ടി സഹിതം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ. എന്റെ ചേട്ടൻ മോഷ്ടിച്ചിട്ടില്ല. അതൊക്കെ സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. സാറേ എനിക്ക് താരോ പാര വെച്ചതാ. ഞാൻ ഒന്നും അറിഞ്ഞതല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി തരാം. നടക്കണം. ജീപ്പ് കൊണ്ടുവന്നില്ല സാർ? ജീപ്പോ? നടക്കണം. ഉരുളി എടുത്തോണ്ട് നടക്കണം. ഉരുളി അതങ്ങ് മറന്നു. നടത്തേക്കണം. അയ്യോ സാറേ തിരഞ്ഞ തലവേദനിക്കുമല്ലോ. നടക്കണം. ഓ നടക്കാം. സാർ എന്റെ ഭാര്യയോട് ഒരു വാക്ക് പറയട്ടെ. അതെ, നല്ല അസല കക്ഷികളോടൊപ്പാ പോണത്. ഇവരെന്നെ ചതയ്ക്ക് ഉറപ്പാ. വറക്കാൻ ഉരുളിയും കയ്യിലുണ്ട്. ഞാൻ തിരിച്ചു വന്നില്ലേ, നീ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. ചേട്ടാ, ഞാൻ ആരിൽ പേര് അരച്ച് കലക്കി കുടിച്ചു. എന്നെ വിറളി പിടിപ്പിക്കാതെ പറളി രമേ. പോട്ടെ. ചേട്ടാ, എന്താ പറഞ്ഞ കേക്കില്ലേ? പാവം അറിയാത്ത കേട്ടോ. ദുഷ്പേരായല്ലോ പങ്കജാക്ഷ. നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? കഷ്ടം. എന്തായാലും കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ?